ഒരു ചോദ്യം, എന്താണ് വൈറ്റ് ലേബൽ ATM? ഹിറ്റാച്ചി ഒരു വൈറ്റ് ലേബൽ ATM ആണോ? നമ്മുടെ വൈറ്റ് ലേബൽ ATM എന്നത് ഒരു നോൺ ബാങ്കിങ് ATM ആണ്. സെമി അർബൻ റൂറൽ ഏരിയാസിൽ ഉള്ളവർക്ക് ATM ഫെസിലിറ്റീസ് ലഭ്യമാക്കുക എന്നതാണ് വൈറ്റ് ലേബൽ ATMന്റെ ലക്ഷ്യം. ഈ വൈറ്റ് ലേബൽ ATM തുടങ്ങാൻ റിസർവ് ബാങ്ക് അപ്പോയിന്റ് ചെയ്ത ഒരു കമ്പനിയാണ് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹിറ്റാച്ചി എന്നതൊരു ജാപ്പനീസ് ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ആൻഡ് പേയ്മെന്റ് സർവീസിൽ വളരെ പവർഫുള്ളായ കമ്പനിയാണ് ഹിറ്റാച്ചി. ഹിറ്റാച്ചിയുടെ ഉടമസ്ഥതയിൽ ഇന്ത്യയിൽ 9,000-ഓളം ATMകളും കേരളത്തിൽ 500-ഓളം ATMകളും നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഒരു ഹിറ്റാച്ചി ഫ്രാഞ്ചൈസി ആവാൻ വേണ്ടത്? അതിനു വേണ്ടിയിട്ട് ATMന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ ATMന് വേണ്ടിയിട്ട് പ്രപ്പോസൽ വയ്ക്കാം. എന്നിട്ട് പ്രപ്പോസൽ ലഭിച്ചു കഴിഞ്ഞാൽ ഹിറ്റാച്ചിയുടെ ഒരു ടീം വന്ന് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫർദർ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ഒരു കാര്യം എന്തെന്നാൽ ATM സ്റ്റാർട്ട് ചെയ്യാൻ 2 ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിവരും. അതിലൊന്ന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കമ്പനിക്ക് അടയ്ക്കാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. അത് ഏകദേശം 1,25,000 രൂപ മുതൽ 1,50,000 രൂപ വരെ ആയിരിക്കും. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്ലാനിനനുസരിച്ച് വ്യത്യാസം വരും. ഇത് പകുതിയിലധികവും റീഫണ്ടബിൾ ആണ്. ഇനി രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ക്യാഷ് ലോഡിംഗ് ചെയ്യാനുള്ള എമൗണ്ട് ആണ് ഇത്. ഇതിന് ആവറേജ് 3 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ വരുന്നതാണ്. എന്നാൽ ഇതൊരു റൊട്ടേഷണൽ എമൗണ്ട് ആണ്. ഒരുപക്ഷെ ATM സക്സസ്ഫുൾ ആയില്ല എങ്കിൽ ATM റീലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടാണ് ATMന് പെർമിഷൻ കൊടുക്കുന്നത്. എങ്കിലും സക്സസ്ഫുൾ ആയില്ലെങ്കിൽ മിനിമം ചാർജ് കൊണ്ട് റീലൊക്കേറ്റ് ചെയ്യാം. ഇത് ഏതാണ്ട് 35,000 രൂപ വരെ മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ക്യാഷ് ലോഡിങ്ങിന്റെ വർക്കിംഗ് ഓപ്പറേഷൻ എങ്ങനെയാണ്? അത് റൊട്ടേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അതൊരു സിമ്പിൾ പ്രോസസ്സാണ്. ഉദാഹരണത്തിന് തിങ്കളാഴ്ച രാവിലെ 5 ലക്ഷം രൂപ ലോഡ് ചെയ്യുകയാണ്. അതിൽ 4 ലക്ഷം വിഡ്രോ ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. എങ്കിൽ 4 ലക്ഷം രൂപ ഈ ഫ്രാഞ്ചൈസിയുടെ അക്കൗണ്ടിൽ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് മുന്നേ ക്രെഡിറ്റ് ആവും. അത് വിഡ്രോ ചെയ്ത് വീണ്ടും ലോഡ് ചെയ്യുക. അതുപോലെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഫ്രാഞ്ചൈസിക്ക് തന്നെ 3-4 ATM റൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്രോക്സിമേറ്റ്ലി ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ എത്രയാവും? അതിനെപ്പറ്റി പറയാമോ? ഒരു മാസം ശരാശരി 1,500-നും 2,000-നും ഇടയിലായിരിക്കും ഇലക്ട്രിസിറ്റി ബിൽ. സ്റ്റാർട്ടിംഗ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ കമ്പനി മെഷീൻ, ഇൻ്റർനെറ്റ്, ബാറ്ററി ബാക്കപ്പ്, ഇൻറ്റീരിയർ ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യും. സിഗ്നേച്ചർ ബോർഡ്, ഡയറക്ഷൻ ബോർഡുകളെല്ലാം കമ്പനി തന്നെ തരും. ഫ്രാഞ്ചൈസി ഒരു empty റൂം മാത്രം നൽകിയാൽ മതിയാകും. അതിനൊരു ഫുൾ ഫങ്ഷനിങ് ATM ആക്കി തിരികെ തരും. മെഷീൻ ഡെഡായി കിടക്കുകയോ മറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഹിറ്റാച്ചി എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്? അതിനായിട്ട് ഓരോ ഫ്രാഞ്ചൈസിക്കും 3 എഞ്ചിനീയർമാരെ വീതം ഹിറ്റാച്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഹിറ്റാച്ചിക്ക് എഞ്ചിനീയർമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസിയുടെ ലൊക്കാലിറ്റിയിൽ ഇവരുണ്ടാകും. ഈ എഞ്ചിനീയേഴ്സിനെ കൃത്യമായി അറിയുക മാത്രമാണ് ഫ്രാഞ്ചൈസിയുടെ ജോലി. എഞ്ചിനീയേഴ്സ് മെയിൻ്റനൻസ് ചാർജോ സർവീസ് ചാർജോ ഒന്നും ഈടാക്കുന്നതല്ല. അതെല്ലാം കമ്പനിയുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഒരു മോഷണ ശ്രമമോ റോബറിയോ സംഭവിച്ചാൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും എന്താണ് ചെയ്യുക? ഹിറ്റാച്ചി 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ATM ആണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും CCTV കവറേജുകൾ ഉണ്ടാകും. എങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ATMന്റെ അസറ്റായ മെഷീൻ, UPS, ബാറ്ററി, ഇൻറ്റീരിയർ എല്ലാം കമ്പനി ഇൻഷുർഡ് ആണ്. ലോഡ് ചെയ്യുന്ന പണത്തിനും ഇൻഷുറൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസിക്ക് നഷ്ടമൊന്നും സംഭവിക്കില്ല. എല്ലാം കമ്പനി റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ കാലത്ത് ഡിജിറ്റൽ സർവീസസ് സുലഭമായി കൊണ്ടിരിക്കുമ്പോൾ വരും കാലഘട്ടത്തിൽ ATMന്റെ സാധ്യതകൾ എന്താണ്? ഈ ബിസിനസിന്റെ പ്രസക്തി എന്താണ്? അതെ, എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന ഒരു കൺസേൺ ആണിത്. എന്നാൽ ഒരു കാര്യം, ആഴത്തിൽ പഠിക്കാതെ കമ്പനി ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയിൽ 47 കോടി ജനങ്ങളും ഈ അടുത്താണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് തന്നെ. എല്ലാത്തരം പെൻഷനുകളും കുടുംബശ്രീ തൊഴിലുറപ്പ് വേതനങ്ങളും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് വിതരണം ചെയ്യുന്നത്. ഇതിന് അർഹരായവർ ഏതാണ്ട് 40 വയസ്സിന് മുകളിലുള്ളവരാണ്. അവരേതായാലും UPIയിലേക്ക് പോകില്ല. അതുകൊണ്ട് ഒരു 20 വർഷത്തേക്ക് ATM ബിസിനസ്സിന് ഒന്നും സംഭവിക്കില്ല. 5 ലക്ഷത്തോളം ATMകൾ രാജ്യത്ത് തുറക്കണം എന്നതാണ് RBIയുടെ നിർദ്ദേശപ്രകാരം കമ്പനിയുടെ ലക്ഷ്യം. ഒരു ശരാശരി ATM ട്രാൻസാക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഫ്രാഞ്ചൈസിക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം എത്രയായിരിക്കും? ഫീസിബിലിറ്റി സ്റ്റഡിയുടെ കാര്യം പറഞ്ഞല്ലോ.
ഈ സ്റ്റഡി ഫ്രാഞ്ചൈസി അനുസരിക്കുകയാണെങ്കിൽ ഒരു ദിവസം 100 മുതൽ 120 ട്രാൻസാക്ഷൻ വരെ ആ ATMൽ നടക്കും. ഇങ്ങനെ നടന്നാൽ 30,000 രൂപ മുതൽ 40,000 രൂപ വരെ മന്ത്ലി റവന്യൂ ഫ്രാഞ്ചൈസിക്ക് ലഭിക്കും. സമയത്തിന് ലോഡിംഗ് ചെയ്യുക, മെയിൻ്റനൻസ് നടത്തുക, കംപ്ലൈൻറ്റ് കൃത്യമായി അറിയുക തുടങ്ങിയ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായി പാലിച്ചാൽ ഓൾമോസ്റ്റ് മാസം 35,000 മുതൽ 45,000 രൂപ വരെ റവന്യൂ ലഭിക്കും. ഏകദേശം 1,00,000 രൂപ വരെ മന്ത്ലി റവന്യൂ ഉള്ളവർ കേരളത്തിലുണ്ട്. കോട്ടയത്ത് ദിവസം ഒരു ATMൽ മാത്രം 250 മുതൽ 300 ട്രാൻസാക്ഷൻസ് വരെ നടക്കുന്നുണ്ട്. ഏരിയ ഒരു പ്രധാന ഘടകമാണ്. ട്രാൻസാക്ഷൻ നല്ലതുപോലെ നടക്കുന്ന ഏരിയ ആണെങ്കിൽ അതുപോലെ സമ്പാദിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേരും ATM തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനും വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഹിറ്റാച്ചിയുടെ ഒരു ടീം വന്ന് വിസിറ്റ് ചെയ്ത് സ്ഥലം സർവേ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ കോൺടാക്ട് ചെയ്യുക. സപ്പോർട്ട് ലഭ്യമാകുന്നതാണ്. ഫീസിബിലിറ്റി റിപ്പോർട്ട് കൊടുക്കുക. ഫ്രാഞ്ചൈസിക്ക് മിനിമം 30,000 രൂപ റവന്യൂ കിട്ടുന്നതിന് സഹായിക്കുക. പ്രൊമോഷൻ വർക്ക് ചെയ്തു കൊടുക്കുക. ട്രാൻസാക്ഷൻ കൂട്ടാനുള്ള ബിസിനസ് ഐഡിയകൾ പറഞ്ഞു കൊടുക്കുക എന്നിവയാണ് സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. എങ്ങനെയുള്ളവർക്കാണ് ഫ്രാഞ്ചൈസി ആകാൻ പറ്റുന്നത്? 1. ഗവൺമെൻറ് സർവീസുകളിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ. ദിവസം ഏകദേശം 30 മിനിറ്റ് മാത്രമാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ക്യാഷ് വിഡ്രോ ചെയ്യുക, ലോഡ് ചെയ്യുക എന്നത് മാത്രമാണ് ജോലി. രണ്ടാമതായിട്ട് ഗൾഫിൽ നിന്നും തിരിച്ചു വന്നവർക്ക്. അങ്ങനെ 10-15 ശാഖകളായി ഫ്രാഞ്ചൈസികൾ തുടങ്ങിയവരുണ്ട്. 3. അക്ഷയ സെൻറ്റർ, കോമൺ സർവീസ് സെൻറ്റർ ഇവയൊക്കെ നടത്തുന്നവർക്ക്. അതായത് സെൻറ്ററിനപ്പുറം ഒരു കൗണ്ടർ തുടങ്ങിയാൽ ഒരു ആഡ് ഓൺ സർവീസ് പോലെ കൊണ്ടുപോകാവുന്നതാണ്. ഇതിനെ ഒരു എക്സ്ട്രാ ഇൻകം ആക്കാം. കേരളത്തിൽ 30ഓളം അക്ഷയ സെൻറ്ററുകളും കോമൺ സർവീസ് സെൻറ്ററുകളും ഇത് ചെയ്യുന്നുണ്ട്. ഹിറ്റാച്ചി ATMകളിൽ 100 മുതൽ 200 രൂപ വരെ നോട്ടുകൾ ലഭ്യമാണ്. പെൻഷനൊക്കെ എടുക്കുന്നവർക്ക് ചെറിയ തുകകളാണ് പിൻവലിക്കുന്നത്. അതുകൊണ്ട് ഇത് സൗകര്യമാണ്. മറ്റ് ATMകളിൽ ഇത് സാധ്യമല്ല. ഹിറ്റാച്ചി ATMകളിൽ 100-200 നോട്ടുകൾ ലോഡ് ചെയ്യണം എന്നത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 4. സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ഒക്കെ നടത്തുന്നവർക്ക് ഇത് സാധ്യമാണ്. ഒരു എക്സ്ട്രാ ബിസിനസ്സാണിത്. 5. സ്ത്രീ സംരംഭകർ. കേരളത്തിൽ ഹിറ്റാച്ചി ഫ്രാഞ്ചൈസികളായി 10ഓളം സ്ത്രീ സംരംഭകർ ഉണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ ബിസിനസ്സാണിത്. 20ഓളം സ്ത്രീകളും സമീപിച്ചിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കമ്പനി ആപ്പ് വഴി വീട്ടിലിരുന്ന് മോണിറ്റർ ചെയ്യാവുന്നതാണ്. എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, എത്ര ബാലൻസ് എമൗണ്ട് ഉണ്ട് എന്നൊക്കെ വീട്ടിലിരുന്ന് തന്നെ അറിയാം.